നമസ്കാരം, എല്ലാവർക്കും സ്മാർട്ട് പ്രപ്പ് PSCയിലേക്ക് സ്വാഗതം. നമ്മൾ LGS റിവിഷന് വേണ്ടിയിട്ട് ഹോൾ സിലബസ് നമ്മൾ പറയുന്നുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ആദ്യത്തെ ക്ലാസ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മൾ മൗലികാവകാശങ്ങൾ, ഭരണഘടനാ നിർമ്മാണ സഭ, നിർദ്ദേശക തത്വങ്ങൾ, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, പ്രിയാമ്പിളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഇനി നമുക്ക് ബാക്കി പ്രധാനമായിട്ടും പറയാനുള്ളത് നിയമനിർമ്മാണ വിഭാഗം, കാര്യനിർവഹണ വിഭാഗം, ലിസ്റ്റുകൾ തുടങ്ങി കുറച്ച് കാര്യങ്ങളാണ്. അതുപോലെ ഭേദഗതി. അപ്പം ഈ ടോപ്പിക്സ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കവർ ചെയ്യുന്നത്. അപ്പം ആദ്യം നമുക്ക് നിയമനിർമ്മാണ സഭയുടെ ചുമതലകൾ എന്തൊക്കെയാണ് നോക്കാം. അപ്പം ഇതേ ഭാഗത്ത് ഈ ഒരൊറ്റ ടേബിളിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് പ്രധാന ചുമതലകൾ? എക്സിക്യൂട്ടീവിനെ നിയന്ത്രിക്കുക, ഇംപീച്ച്മെന്റ് നടപടിക്രമങ്ങളിൽ ജുഡീഷ്യൽ അധികാരിയായി പ്രവർത്തിക്കുക, ഭരണഘടനാ ഭേദഗതി പരിഗണിക്കലും അംഗീകരിക്കലും, നിയമനിർമ്മാണം പൊതുഖജനാവിന്റെ സംരക്ഷകനായി പ്രവർത്തിക്കുക, രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ പങ്കാളികളാവുക. എക്സിക്യൂട്ടീവിനെ നിയന്ത്രിക്കുക എന്ന് പറയുമ്പം അതിനാണ് നമ്മൾ ഈ പറഞ്ഞ ചോദ്യോത്തര വേള, ഇതൊക്കെ എന്തിന്, അല്ലെങ്കിൽ ശൂന്യവേളയൊക്കെ ഉപയോഗപ്പെടുത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? എക്സിക്യൂട്ടീവിനെ നിയന്ത്രിക്കാനാണ്. എന്താണ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്? ഇപ്പം പ്രധാനമന്ത്രി അല്ലെങ്കിൽ മന്ത്രിസഭ എന്നൊക്കെ പറയുന്നത് എന്താണ്? എക്സിക്യൂട്ടീവിന്റെ ഭാഗമാണ്. അവർ ഒരേ സമയം എന്താണ്? നിയമനിർമ്മാണ സഭയിൽ അംഗങ്ങളും ആണ്. ഞാൻ പറഞ്ഞു ഇതൊരു എക്സ്പ്ലനേഷൻ ക്ലാസ് അല്ല, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കവർ ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഒരുപാട് എക്സ്പ്ലനേഷനിലോട്ട് പോകുന്നില്ല, ജസ്റ്റ് ഒന്ന് പറയുന്നേന്നുള്ളൂ കേട്ടോ. പിന്നെ ഇംപീച്ച്മെന്റ് നടപടിക്രമങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്? ജുഡീഷ്യൽ അധികാരിയായി പ്രവർത്തിക്കുന്നുണ്ട്. ഭരണഘടന ഭേദഗതി ചെയ്യുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരാണ്? പാർലമെന്റ്. നിയമനിർമ്മാണ സഭയ്ക്ക് ഭരണഘടന ഭേദഗതി ചെയ്യാൻ പറ്റുമോ? ഇല്ല. പിന്നെ സാധാരണ നിയമം നിർമ്മിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്തൊരു പൈസ ഖജനാവിൽ നിന്ന് പിൻവലിക്കണം എന്നുണ്ടെങ്കിലും അതിനെന്താണ്? പാർലമെന്റിന്റെ അനുമതി ആവശ്യമാണ്. പിന്നെ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുകളിൽ ആരാണ് അംഗങ്ങൾ എന്ന് പറയുന്നത്? ഈ പാർലമെന്റിലെ അംഗങ്ങൾ തന്നെയാണ്. ഇനി ലോകസഭയാണ് എന്ത്? അധോ മണ്ഡലം, അല്ലെ? അധോ മണ്ഡലം എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ അധോ സഭ എന്നറിയപ്പെടുന്ന ഏതാണ്? ലോകസഭയാണ്. ലോവർ ഹൗസ്. ഓക്കെ. ഇനി എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്? FPTP സിസ്റ്റത്തിലൂടെയാണ് ലോകസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതായത് ജനങ്ങൾ നേരിട്ടാണ് തെരഞ്ഞെടുക്കുന്നത്. എത്ര വയസ്സ് പൂർത്തിയായ ഒരാൾക്ക് ലോകസഭയിലേക്ക് മത്സരിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 25 വയസ്സാണ് കേട്ടോ. 25 വയസ്സായ പൂർത്തിയായ ഒരാൾക്ക് എന്ത് ചെയ്യാം? ലോകസഭയിലേക്ക് മത്സരിക്കാം. ഇനി ലോകസഭയുടെ കാലാവധി എത്ര വർഷമാണ്? 5 വർഷമാണ് കാലാവധി. ലോകസഭയുടെ പരമാവധി അംഗബലം ചോദിച്ചു കഴിഞ്ഞാൽ 550. പരമാവധി 550 വരെയാവാം. ഇപ്പോൾ എത്രയാണ്? 543 ആണ്. അതുപോലെ 2 ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികളെ ലോകസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു രാഷ്ട്രപതി. അത് എന്ത് ചെയ്തിട്ടുണ്ട്? നിർത്തലാക്കിയിട്ടുണ്ട്. ആ ഭേദഗതിയാണ് 104 ഭേദഗതി. ആംഗ്ലോ 4 അങ്ങനെ ആലോചിക്കാം. ഓക്കെ. ഇനി ലോകസഭയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ആരാണ്? അത് സ്പീക്കറാണ്. അതുപോലെ ലോകസഭയ്ക്ക് രാജ്യസഭയേക്കാൾ അധികാരം കൂടുതലുണ്ട് പല കാര്യങ്ങളിലും. ധനപരമായ വിഷയങ്ങളിൽ ലോകസഭയ്ക്ക് രാജ്യസഭയേക്കാൾ കൂടുതൽ അധികാരമുണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണി ബില്ല് അവതരിപ്പിക്കുന്നത് എവിടെയാണ്? ലോകസഭയിലാണ്. അതുപോലെ അവിശ്വാസ പ്രമേയവും അവതരിപ്പിക്കുന്നത് എവിടെ തന്നെയാണ്? ലോകസഭയിൽ തന്നെയാണ്. രാജ്യസഭ പാർലമെന്റിന്റെ ഉപരിസഭയാണ് രാജ്യസഭ. പാർലമെന്റിന്റെ ഉപരിസഭയാണ് രാജ്യസഭ എന്ന് പറയുന്നത്. ജനസംഖ്യാനുപാതികമായിട്ട് സംസ്ഥാനങ്ങൾക്ക് പ്രാതിനിധ്യം നൽകിയിരിക്കുന്ന സഭയാണ്. അതുകൊണ്ടാണ് സംസ്ഥാനങ്ങളുടെ സഭ എന്ന് വിളിക്കുന്നത് രാജ്യസഭയെ ആണ്. സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലെ തെരഞ്ഞെടുക്കപ്പെട്ട MLA-മാർ, നമ്മുടെ ഓരോ സംസ്ഥാനങ്ങളിലുള്ള സംസ്ഥാന നിയമനിർമ്മാണ സഭയിലെ MLA-മാരാണ്, തിരഞ്ഞെടുക്കപ്പെട്ട MLA-മാരാണ് എന്ത് ചെയ്യുന്നത്? രാജ്യസഭ MP-മാരെ തിരഞ്ഞെടുക്കുന്നത്. ഇനി രാജ്യസഭയിലേക്ക് മത്സരിക്കാൻ വേണ്ട മിനിമം പ്രായം എന്ന് പറയുന്നത് എത്രയാണ്? 30 വയസ്സാണ്. ഇനി രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്. അതായത് രാജ്യസഭ പിരിച്ചുവിടാൻ പറ്റില്ല, സ്ഥിരം സഭയാണ്. ഇത് എപ്പോഴും ശ്രദ്ധിക്കണം ഈ ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത്. പക്ഷെ രാജ്യസഭാംഗങ്ങൾക്ക് എന്തുണ്ട്? കാലാവധി ഉണ്ട്. അത് എത്രയാണ്? 6 വർഷമാണ്. ഇനി രാജ്യസഭയുടെ അധ്യക്ഷൻ ആരാ? ഉപരാഷ്ട്രപതി. ലോകസഭയുടേത് ആരാണ് അധ്യക്ഷൻ എന്ന് പറയുന്നത്? അത് സ്പീക്കറാണ്. രാജ്യസഭയുടെ പരമാവധി അംഗബലം എന്ന് പറയുന്നത് 250. ലോകസഭയുടെ നമ്മൾ എത്രയാണ് പഠിച്ചത്? 550 ആണ്. അതിൽ ഈ പറയുന്ന 250 പേരിൽ 238 പേരെ തിരഞ്ഞെടുക്കുകയും 12 പേരെ എന്ത് ചെയ്യാണ്? രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇനി ഉപരാഷ്ട്രപതിയെ നീക്കം ചെയ്യാനുള്ള പ്രമേയം അവതരിപ്പിക്കുന്ന എവിടെയായിരിക്കും? സ്വാഭാവികമായിട്ടും അത് ഉപരാഷ്ട്രപതി അധ്യക്ഷനായിട്ടുള്ള രാജ്യസഭയിൽ തന്നെ ആയിരിക്കും. ഓക്കെ. അതുപോലെ ഒരു പുതിയ അഖിലേന്ത്യാ സർവീസ് സൃഷ്ടിക്കുന്നതിന് പാർലമെന്റിനെ ചുമതലപ്പെടുത്താൻ പറ്റുന്നത് ആർക്കാണ്? അത് രാജ്യസഭയ്ക്കാണ്.
ഇനി ബില്ലുകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. 2 തരത്തിലുള്ള ബില്ലുണ്ട്. പ്രൈവറ്റ് ബില്ലുണ്ട്, അതുപോലെ തന്നെ ഗവൺമെന്റ് ബില്ലുണ്ട്. പ്രൈവറ്റ് ബില്ല് എന്ന് പറയുമ്പോൾ ഒരു പ്രൈവറ്റ് വ്യക്തി വരികയല്ല, അവിടെ എന്താണ്, മന്ത്രി അല്ലാത്ത ഒരു സാധാരണ MP അവതരിപ്പിക്കുന്ന ബില്ലിനെയാണ് നമ്മൾ സ്വകാര്യ ബില്ല് എന്ന് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഗവൺമെന്റ് ബില്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, അത് മന്ത്രിമാർ അവതരിപ്പിക്കുന്ന ബില്ലിനെയാണ് നമ്മൾ ഗവൺമെന്റ് ബില്ല് എന്ന് പറയുന്നത്. അതുപോലെ മണി ബില്ലിന് ഒരു പ്രത്യേകതയുണ്ട്. മണി ബില്ല് ആദ്യം എവിടെ അവതരിപ്പിക്കാൻ പാടുള്ളൂ, ലോകസഭയിൽ അവതരിപ്പിക്കാൻ പാടുള്ളൂ. അപ്പൊ രാജ്യസഭയ്ക്ക് എന്തേ റോൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാര്യമായ റോളൊന്നുമില്ല, ഒരു പേരിന് രാജ്യസഭയിലേക്ക് അയക്കുന്നു മാത്രമേ ഉള്ളൂ മണി ബില്ലിന്റെ കാര്യത്തിൽ. ഓക്കെ, പിന്നെ ബില്ല് നിയമമാകുന്നതിന് പ്രധാനമായിട്ടും 3 ഘട്ടങ്ങളാണുള്ളത്. 1-ാം വായന, 2-ാം വായന, 3-ാം വായന. ഇത് ഇതേ സെയിം കാര്യം 2 സഭയിലും നടക്കും, ലോകസഭയിലും നടക്കും, രാജ്യസഭയിലും നടക്കും. സാധാരണഗതിയിൽ ഏതൊരു ബില്ലും എന്ത് ചെയ്യാം, ഏത് സഭയിലും വേണമെങ്കിലും അവതരിപ്പിക്കാൻ പറ്റും. പക്ഷെ നമ്മൾ പറഞ്ഞു മണി ബില്ല് ലോകസഭയിൽ മാത്രമേ ആദ്യം അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പൊ ഞാൻ അത് വായിക്കുന്നൊന്നുമില്ല. 1-ാം വായന, 2-ാം വായന, 3-ാം വായന. അതിൽ 2-ാം വായനയിൽ 2 ഘട്ടങ്ങൾ കൂടെ ഉണ്ട്. കമ്മിറ്റി ഘട്ടം, റിപ്പോർട്ടിംഗ് ഘട്ടം എന്ന് പറഞ്ഞിട്ടുള്ള കമ്മിറ്റി ഘട്ടം, റിപ്പോർട്ടിംഗ് ഘട്ടം എന്ന് പറഞ്ഞ് 2 ഘട്ടങ്ങൾ കൂടെ 2-ാം വായനയിലുണ്ട്. പിന്നെ 3-ാം വായന, 1-ാം വായന, 2-ാം വായന, കമ്മിറ്റി ഘട്ടം, റിപ്പോർട്ടിംഗ് ഘട്ടം, 3-ാം വായന, ഇങ്ങനെയാണ് കേട്ടോ വരിക. ഇനി നമ്മളെ ഭേദഗതികളെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ആണ് 368 എന്ന് പറയുന്നത്, 368. ഇതില് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ 3 ടെക്സ്റ്റ് ബുക്കിൽ എന്നുള്ളതല്ല, ഭേദഗതി രീതികളെ കുറിച്ചിട്ട് കൃത്യമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ അവരിവിടെ പേര് കൊടുത്തിട്ടുണ്ട്: അയവുള്ള ഭേദഗതി, ദൃഢമായ ഭേദഗതി, അതിദൃഢമായ ഭേദഗതി. ഇത് ഉദ്ദേശിക്കുന്ന എന്താണ്, സിമ്പിൾ മെജോറിറ്റി. അതായത് എല്ലാ കാര്യങ്ങളും ഒരേപോലെയല്ല എന്ത് ചെയ്യാൻ പറ്റുന്നത്, മാറ്റം വരുത്താൻ പറ്റുന്നത് നമ്മുടെ ഭരണഘടനയിൽ. ചില കാര്യങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ട് എന്ത് മതി, സിമ്പിൾ മെജോറിറ്റി മതി. അതായത് പാർലമെന്റിന്റെ എന്താണ്, കേവല ഭൂരിപക്ഷത്തിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഭേദഗതി ചെയ്യാൻ പറ്റും. അതിനെയാണ് എന്തെന്ന് പറയുന്നത്, അയവുള്ള ഭേദഗതി. ഇത് സിമ്പിൾ ആണ്, അതുകൊണ്ടാണ് ഇതിന് അയവുള്ള ഭേദഗതി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നിങ്ങൾ അതിൽ എക്സാമ്പിൾ നോക്കുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ 4 എണ്ണം തന്നിട്ട് ഇതിൽ ഈ ഭേദഗതി എത്തരത്തിലുള്ളതാണെന്ന് ചോദിക്കാം. അപ്പോൾ സംസ്ഥാനങ്ങളുടെ പേര് മാറ്റാൻ എന്നൊക്കെ പറയുന്നത് എത്ര വലിയ പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യമാണോ? അല്ല, അങ്ങനെ നോക്കിയാൽ മതി. അതുപോലെ അതിരുകള്, പൗരത്വം, ഇതിനൊക്കെ എന്ത് മതി, സിമ്പിൾ മെജോറിറ്റി മതി. ഇനി ദൃഢമായ ഭേദഗതി എന്ന് പറയുമ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് സ്പെഷ്യൽ മെജോറിറ്റി ആണ്. സ്പെഷ്യൽ മെജോറിറ്റി അല്ലെങ്കിൽ പ്രത്യേക ഭൂരിപക്ഷം. ചിലത് പാസ്സാവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, പ്രത്യേക ഭൂരിപക്ഷം ആവശ്യമാണ് പാർലമെന്റിന്. അതത്ര എളുപ്പമല്ല പാർലമെന്റ് പ്രത്യേക ഭൂരിപക്ഷം നേടുക എന്ന് പറയുന്നത്. അപ്പൊ മൗലികാവകാശങ്ങൾ, നിർദ്ദേശക തത്വങ്ങളൊക്കെ എന്ന് പറയുന്ന അതിപ്രധാനമായിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ. അപ്പൊ അതിലൊക്കെ മാറ്റം വരുത്തണമെങ്കിൽ എന്ത് വേണം, നമ്മുടെ പ്രത്യേക ഭൂരിപക്ഷം വേണം. അതിനെയാണ് ദൃഢമായ ഭേദഗതി എന്ന് പറയുന്നത്. ഇനി അതിദൃഢമായ ഭേദഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചില കാര്യങ്ങളിൽ മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ പോലെ ഈ സ്പെഷ്യൽ മെജോറിറ്റിയും വേണം, അതായത് പ്രത്യേക ഭൂരിപക്ഷവും വേണം. അതോടൊപ്പം എന്തും കൂടെ വേണം, പകുതിയിൽ കുറയാത്ത സംസ്ഥാനങ്ങളുടെ അംഗീകാരം കൂടെ വേണം. ഇതുണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ കാര്യങ്ങൾ ഭേദഗതി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ പ്രധാനമായിട്ടും നമ്മുടെ ഒരു ഫെഡറൽ വ്യവസ്ഥയെ ബാധിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ എന്ത് വേണം, അതിദൃഢമായ ഭേദഗതിയാണ് വേണ്ടത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനം, ജനപ്രാതിനിധ്യ നിയമം തുടങ്ങിയവയ്ക്കൊക്കെ എന്താണ്, അതിദൃഢമായ ഭേദഗതിയാണ് കേട്ടോ. ഇനി ഒരു പിക്ചർ ഇവിടെ കൊടുക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഭേദഗതികളെ കുറിച്ച് പറയുന്നുണ്ട്. നമ്മുടെ ഭരണഘടന നിലവിൽ വരുന്നത് 1950 ജനുവരി 26-നാണ്. തൊട്ടടുത്ത വർഷം തന്നെ ആദ്യത്തെ ഭേദഗതി സംഭവിക്കുന്നുണ്ട്. ഏതാ വർഷം, 1951. ഇവിടെ പട്ടികകളുടെ എണ്ണം 9 മാറുകയാണ്. എത്രയാണ്, 9 മാറുന്നു. നമ്മുടെ ഭരണഘടന നിലവിൽ വരുമ്പോൾ 8 പട്ടികളെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ എത്ര ഉണ്ട്, 12 ഉണ്ട്. അതില് ഒന്നാമത്തെ ഭേദഗതിയിലൂടെയാണ് 9ാമത്തെ പട്ടിക കൂട്ടിച്ചേർക്കുന്നത്. ഇനി മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന 42ാം ഭേദഗതി. ഈ 42ാം ഭേദഗതിയിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, പ്രിയാമ്പിൾ ആകെ ഒരേ ഒരു തവണ ഭേദഗതി ചെയ്തിട്ടുള്ളൂ. അത് ഏതാ ഭേദഗതി, 1976-ലെ 42ാം ഭേദഗതിയാണ്. മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത എന്നീ വാക്കുകൾ എന്ത് ചെയ്യുന്നുണ്ട്, കൂട്ടിച്ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, മൗലികാവകാശങ്ങൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത ഭേദഗതി ഏതാണ്, ഇതേ 1976-ലെ 42ാം ഭേദഗതി തന്നെയാണ്. ഇനി 44ാം ഭേദഗതി സ്ഥിരം ചോദിക്കുന്നത്, കഴിഞ്ഞ എക്സാമിലും ചോദിച്ചു അല്ലെ, എന്താണ്, സ്വത്തവകാശം മൗലികാവകാശം അല്ലാതായിട്ട് മാറിയ ഭേദഗതി 1978-ലെ 44ാം ഭേദഗതി. ഇപ്പൊ ആൾ എവിടെയാണുള്ളത്, 300A ഉള്ളത്. ഓക്കെ, ഇനി അടുത്തത്
73, 74 ഭേദഗതികൾ 1992 നമുക്കറിയാം. പഞ്ചായത്ത് നഗരപാലിക നിയമം അല്ലെ, അല്ലെങ്കിൽ പഞ്ചായത്ത് അല്ലെങ്കിൽ നഗരപാലിക ഭരണഘടനാ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ സാധുത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ സാധുത ലഭിച്ചിട്ടുള്ള ഭേദഗതിയാണ് എന്ത്? 73, 74 1992 73-ാം ഭേദഗതി പഞ്ചായത്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 74 നഗരപാലികയുമായിട്ട് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു കേട്ടോ. അതുപോലെ തന്നെ ഈ 73-ാം ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്ത പട്ടിക എന്ന് പറയുന്ന എത്രയാണ്? പട്ടിക 11 കേട്ടോ. 73-ാം ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്ത പട്ടിക 11. 74-ാം ഭേദഗതിയിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? പട്ടിക 12 കൂട്ടിച്ചേർക്കുന്നത്. പിന്നെ ഒരു പ്രധാനപ്പെട്ട ഭേദഗതിയാണ് 2002-ലെ 86-ാം ഭേദഗതി എന്ന് പറയുന്നത്. വിദ്യാഭ്യാസം മൗലികാവകാശമായി, അതായത് 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധവും സൗജന്യവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തണം എന്ന് പറയുന്ന ഭേദഗതിയാണ് 2002-ലെ 86-ാം ഭേദഗതി. പിന്നെ 2016-ലാണ് ചരക്ക് സേവന നികുതി വരുന്നത്. 101-ാം ഭേദഗതിയാണ് എന്ത്? ചരക്ക് സേവന നികുതി അല്ലെങ്കിൽ GST എന്ന് പറയുന്നത്. ഇനി ഏറ്റവും അവസാനത്തെ ഭേദഗതി ചോദിക്കും. ഏതാണ് ഏറ്റവും അവസാനത്തെ ഭേദഗതി എന്ന് പറയുന്നത്? നിലവിലിപ്പം നമുക്ക് പറയാൻ പറ്റുക 106-ാം ഭേദഗതിയാണ്. വുമൺ റിസർവേഷൻ ബിൽ അല്ലെങ്കിൽ നാരി ശക്തി വന്ദൻ അധിനിയം ആണ് എന്ത്? നമ്മുടെ 106-ാമത്തെ ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത്. 33% സംവരണമാണ് അല്ലെ. എവിടേക്കൊക്കെ? ലോകസഭ, സംസ്ഥാന നിയമസഭ, അതുപോലെ തന്നെ നമ്മുടെ ഡൽഹിയിലെയും നിയമസഭയിലും എന്താണ് സ്ത്രീകൾക്ക് 33% സംവരണം ഉറപ്പുവരുത്തുന്ന ഭേദഗതിയാണ് എന്ത്? 106-ാം ഭേദഗതി എന്ന് പറയുന്നത്. ഇനി കാര്യനിർവഹണ വിഭാഗമാണ് പറയുന്നത്. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി തലവനായ മന്ത്രിസഭ ഇതെല്ലാം കൂടെ ചേർന്നതാണ് എന്തെന്ന് പറയുന്നത്? കാര്യനിർവഹണ വിഭാഗം എന്ന് പറയുന്നത്. അപ്പൊ ഈ കാര്യനിർവഹണ വിഭാഗത്തിനെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. രാഷ്ട്രീയ എക്സിക്യൂട്ടീവും സ്ഥിരം എക്സിക്യൂട്ടീവും എന്ന് പറയാം. രാഷ്ട്രീയ എക്സിക്യൂട്ടീവ് എന്ന് പറയുമ്പോൾ ആ പേരിൽ തന്നെ ഉണ്ട് അവരുടെ രാഷ്ട്രീയക്കാരെ. ഇപ്പം നമ്മുടെ പ്രധാനമന്ത്രി, മന്ത്രിസഭ അല്ലെ, പ്രധാനമന്ത്രി, മന്ത്രിസഭയിലുള്ള മന്ത്രിമാര്, അതുപോലെ രാഷ്ട്രപതിയൊക്കെ എന്താണ്? രാഷ്ട്രീയ എക്സിക്യൂട്ടീവ്. അവര് എന്ത് ചെയ്യും? ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും അല്ലെ. വളരെ കുറഞ്ഞ കാലയളവിലേക്കാണ് അവർ വരുന്നത്. സ്ഥിരം എക്സിക്യൂട്ടീവ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഉദ്യോഗസ്ഥന്മാരാണ് അല്ലെ. ഉദ്യോഗസ്ഥന്മാരാണ്. അവർ ഒരുപാട് കാലം ഭരിക്കുന്നുണ്ട് അല്ലെ. ഭരിക്കുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എക്സിക്യൂട്ടീവിന്റെ ഭാഗമായി നിന്നുകൊണ്ട് കാര്യങ്ങൾ നടപ്പാക്കുന്നുണ്ട്. അപ്പം നമ്മുടെ എക്സിക്യൂട്ടീവ് എന്ന് പറയുമ്പോൾ അവരെന്താണ്? ഒരു ജോലി കയറി കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു റിട്ടയർഡ് കാലയളവ് വരെ എന്ന് പറയുമ്പോൾ ഒരു വലിയൊരു കാലയളവുണ്ട്. അതുവരെ എന്താണ്? അവർ സ്ഥിരമാണ്. അപ്പൊ അതുകൊണ്ടാണ് സ്ഥിരം എക്സിക്യൂട്ടീവ്. അപ്പം IAS, IPS, കേന്ദ്ര സർവീസ്, അതുപോലെ നമ്മുടെ സംസ്ഥാന സർവീസിലുള്ള ഉദ്യോഗസ്ഥന്മാരെല്ലാവരും എന്താണ്? സ്ഥിരം എക്സിക്യൂട്ടീവിന്റെ ഭാഗമാണ്. ഇനി രാഷ്ട്രീയ എക്സിക്യൂട്ടീവിനെ തന്നെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. നാമമാത്ര എക്സിക്യൂട്ടീവും യഥാർത്ഥ എക്സിക്യൂട്ടീവും. നാമമാത്ര എക്സിക്യൂട്ടീവ് എന്ന് പറയുമ്പോൾ ആരായിരിക്കും? രാഷ്ട്രപതി. കാരണം എന്താ? രാഷ്ട്രപതിയുടെ അധികാരം നാമമാത്രമാണ് അല്ലെ. കാരണം പിന്നെ രാഷ്ട്രപതി നമുക്കറിയാം അവിടെ ഇന്നാളെ നിയമിച്ചു, മറ്റേ ആളെ നിയമിച്ചു എന്നൊക്കെ നമ്മൾ കേൾക്കും. പക്ഷെ എന്നാൽ രാഷ്ട്രപതി ഇഷ്ടമുള്ള ആളെങ്ങനെയാണോ നിയമിക്കുന്നത്? അല്ല, അത് മന്ത്രിസഭ തീരുമാനിക്കുന്ന ആളെയാണ് ഇവരൊക്കെ ചെയ്യുന്നത്. അപ്പൊ രാഷ്ട്രപതിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറേ അധികാരങ്ങൾ പറയുമെങ്കിൽ പോലും രാഷ്ട്രപതിക്ക് നാമമാത്ര അധികാരങ്ങൾ മാത്രമാണ് ഉള്ളത്. യഥാർത്ഥ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന ആരാണ്? പ്രധാനമന്ത്രി തലവനായിട്ടുള്ള മന്ത്രിസഭ ആണ്. ഇനി നമ്മുടെ രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗത്തെ കുറിച്ച് നമ്മുടെ രാഷ്ട്രപതി, മന്ത്രിസഭ, പ്രധാനമന്ത്രി ഒക്കെയാണ് ഇനി അങ്ങോട്ട് പറയുന്നത്. പ്രധാനമന്ത്രിയും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയും നൽകുന്ന ഉപദേശങ്ങൾ അനുസരിച്ച് വേണം ആര് പ്രവർത്തിക്കേണ്ടത്? രാഷ്ട്രപതി പ്രവർത്തിക്കേണ്ടത്. ഇന്ത്യയിലെ കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവൻ ആരാന്ന് വെച്ചാൽ രാഷ്ട്രപതിയാ. അപ്പം പ്രധാനമന്ത്രി ആരാ? അദ്ദേഹം ഭരണത്തലവനാണ് കേട്ടോ. അദ്ദേഹം ഭരണത്തലവനാണ്. 35 വയസ്സ് പൂർത്തിയായ ഒരാൾക്ക് എന്ത് ചെയ്യാം? രാഷ്ട്രപതിയായിട്ട് മത്സരിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ആരാണ് ഈ പറയുന്ന രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇലക്ട്രൽ കോളേജ് ഉണ്ട്. ആ ഇലക്ട്രൽ കോളേജിൽ ആരൊക്കെയാണ് അംഗങ്ങള്? ലോകസഭയിലെയും അതുപോലെ തന്നെ രാജ്യസഭയിലെയും. അപ്പൊ നമുക്ക് പാർലമെന്റ് എന്ന് പറയാം. പാർലമെന്റിലെയും സംസ്ഥാന നിയമസഭകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ് എന്ത് ചെയ്യുന്നത്? രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്ന ഇലക്ട്രൽ കോളേജിൽ അംഗങ്ങളായിട്ടുള്ളത് കേട്ടോ. 5 വർഷമാണ് കാലാവധി എന്ന് പറയുന്നത്. പിന്നെ എന്തൊക്കെയാണ് രാഷ്ട്രപതിയുടെ ചുമതലകൾ? പാർലമെന്റ് വിളിച്ചു ചേർക്കുക, ലോകസഭ പിരിച്ചുവിടുക, പ്രധാനമന്ത്രിയെയും മന്ത്രിസഭയെയും നിയമിക്കുക, സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരെ നിയമിക്കുക, സംസ്ഥാന ഗവർണർമാരെ നിയമിക്കുക, അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുക, പ്രതിരോധ സേനകളുടെ സർവ്വസൈന്യാധിപൻ. ഇതൊക്കെയാണ് എന്ത്? രാഷ്ട്രപതിയുടെ പ്രധാന ചുമതലകൾ എന്ന് പറയുന്നത്. ഇനി രാഷ്ട്രപതി ആർക്കായിരിക്കും? പിന്നെ മിക്കവാറും അടുത്ത എക്സാമിൽ വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. രാഷ്ട്രപതി രാജി സമർപ്പിക്കുന്നത്
ഉപരാഷ്ട്രപതിക്കാണ്. ഇനി രാഷ്ട്രപതിയുടെ അഭാവത്തിൽ രാഷ്ട്രപതിയുടെ ചുമതലകൾ ചെയ്യുന്നത് ആരാണ്? അത് രാഷ്ട്രപതിക്ക് പകരം ചുമതലകൾ ചെയ്യുക ഉപരാഷ്ട്രപതിയായിരിക്കും. ഇനി അടുത്തതാണ് പ്രധാനമന്ത്രി അല്ലെ. ഭരണത്തലവനാണ് പ്രധാനമന്ത്രി എന്ന് പറയുന്നത്. ഭൂരിപക്ഷമുള്ള പാർട്ടിയുടെയോ കക്ഷിയുടെയോ നേതാവായിരിക്കും പ്രധാനമന്ത്രിയായിട്ട് വരിക. മന്ത്രിസഭ രൂപീകരിക്കുന്നതും മന്ത്രിസഭയിലെയും ക്യാബിനറ്റിലെയും അംഗങ്ങൾ ആരൊക്കെയാണ് മന്ത്രിമാരാവേണ്ടത് തീരുമാനിക്കുന്ന ആരാണ്? പ്രധാനമന്ത്രിയാണ്. അതുപോലെ അവരുടെ വകുപ്പുകൾ തീരുമാനിക്കുന്നത്, ഇനി അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് അവരുടെ വകുപ്പുകൾ മാറ്റുന്നത് അല്ലെങ്കിൽ ആളെ തന്നെ മാറ്റുന്നതൊക്കെ ആരാണ്? പ്രധാനമന്ത്രി ആണ്. ലോകസഭയിലെ ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പ്രധാനമന്ത്രി എന്ത് ചെയ്യണം? രാജിവെച്ച് പുറത്തു പോകണം. ഇനി മന്ത്രിസഭയുടെ ചുമതലകൾ എന്തൊക്കെയാ നോക്കാം. മന്ത്രിസഭയുടെ ചുമതലകൾ രാജ്യഭരണം അവരുടെ കയ്യിലാണ് അല്ലെ. ഓരോ വകുപ്പുകളിലായിട്ട് അല്ലെ അവരാണ് ചെയ്യുന്നത്. ദേശീയ നയവും വിദേശ നയവും രൂപീകരിക്കുക, വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ പ്രവർത്തനത്തെ ഏകോപിപ്പിക്കുക, ബില്ലുകളും ഓർഡിനൻസുകളും ഡ്രാഫ്റ്റ് ചെയ്യുക, നിയമനിർമ്മാണത്തിന് ചുക്കാൻ പിടിക്കുക, ഭരണപരവും ക്ഷേമപരവുമായ മറ്റ് നടപടികളും വിദേശ ബന്ധങ്ങളും നിർവഹിക്കുക. ഇതൊക്കെ എന്താണ്? മന്ത്രിസഭയുടെ ചുമതലകളാണ്. ഇനി ഭരണഘടനയുടെ കാവലാൾ എന്നറിയപ്പെടുന്നത് ആരാണ്? അത് നമ്മുടെ സുപ്രീം കോടതിയാണ് കേട്ടോ. ഭരണഘടനയുടെ കാവലാൾ എന്ന് പറയുന്നത് ഇങ്ങനെ ഇത്തരത്തിലൊരു പിരമിഡ് മോഡലിലാണ് നമ്മുടെ നമ്മുടെ നീതിന്യായ വ്യവസ്ഥ എന്ന് പറയുന്നത്. സുപ്രീം കോടതി, അതിന് താഴെ സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതിയായിട്ടുള്ള ഹൈക്കോടതികൾ വരും. പിന്നെ അതിന്റെ താഴെ ജില്ലാ കോടതികൾ, കോടതികൾക്ക് താഴെ നമ്മുടെ സബ് കോടതികൾ വരും. ഇപ്പൊ മുൻസിഫ് കോടതി, അതിന്റെ താഴെയാണ് മുൻസിഫ് കോടതി, മജിസ്ട്രേറ്റ് കോടതി. അപ്പൊ മുൻസിഫ് കോടതി എന്ന് പറയുമ്പോൾ എന്താണ്? സിവിൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഏറ്റവും താഴ്ന്ന കോടതിയാണ് എന്തെന്ന്? മുൻസിഫ് കോർട്ട് എന്ന് പറയുന്നത്. മജിസ്ട്രേറ്റ് ആണെങ്കിലോ ക്രിമിനൽ നിയമങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഏറ്റവും താഴ്ന്ന കോർട്ടാണ് എന്തെന്ന് പറയുന്നത്? മജിസ്ട്രേറ്റ് കോർട്ട് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി സുപ്രീം കോടതി നിലവിൽ വന്നത് 1950 ജനുവരി 28-നാണ്. ഇതിന്റെ ആസ്ഥാനം എവിടെയാണ്? ഡൽഹിയാണ്. സുപ്രീം കോടതിയുടെ ആസ്ഥാനം എവിടെയാണ്? ഡൽഹിയാണ്. ഇനി സുപ്രീം കോടതി ജഡ്ജിമാരുടെ ഔദ്യോഗിക കാലാവധി എത്രയാണ്? 65 വയസ്സാണ്. ജഡ്ജിമാരെ നീക്കം ചെയ്യാൻ പറ്റുമോ? പറ്റും. ആർക്ക് പറ്റും? പാർലമെന്റിനാണ് പറ്റുന്നത്. ഇനി ജഡ്ജിമാരൊക്കെ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും ജഡ്ജിമാരും സത്യപ്രതിജ്ഞ ചെയ്യുന്നത് രാഷ്ട്രപതിക്ക് മുൻപാകെയാണ്. ഭരണഘടന വ്യാഖ്യാനിക്കുന്നത് ആരാണ്? സുപ്രീം കോടതിയാണ് അല്ലെ. മൗലികാവകാശങ്ങളുടെ സംരക്ഷകനായും നിലനിൽക്കൊള്ളുന്നത് ആരാണ്? സുപ്രീം കോടതിയാണ്. നമ്മൾ മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? സുപ്രീം കോടതിയാണ്. ഇനി സുപ്രീം കോടതിയുടെ അധികാരങ്ങൾ കൊടുക്കുന്നുണ്ട്. ഉത്ഭവാധികാരം, അതായത് ഉത്ഭവാധികാരം എന്ന് പറയുമ്പോൾ അത് സുപ്രീം കോടതിക്ക് മാത്രം കൈകാര്യം ചെയ്യാൻ പറ്റുന്ന അധികാരങ്ങൾ. ഫോർ എക്സാമ്പിൾ കേന്ദ്ര സംസ്ഥാന തർക്കങ്ങൾ, അത് ആർക്ക് മാത്രമാണ്? ആ സുപ്രീം കോടതിക്ക് മാത്രമാണ്. പിന്നെ അപ്പീൽ, ഇപ്പൊ നമുക്കറിയാം ഹൈക്കോടതിയിൽ നിന്ന് എങ്ങോട്ട് വരും? അപ്പീൽ വരും. ഉപദേശ അധികാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രപതി ആവശ്യപ്പെടുന്ന സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യാം? പിന്നെ നമ്മുടെ സുപ്രീം കോടതിക്ക് രാഷ്ട്രപതിക്ക് നിയമോപദേശം നൽകാൻ പറ്റും. അതാണ് ഉപദേശാധികാരം. പിന്നെ റിട്ട് അധികാരം നമുക്ക് അറിയാവുന്നതാണ്, നമ്മൾ മൗലികാവകാശം പറയുന്ന സമയത്ത് പറഞ്ഞതാണ്. പിന്നെ പുനരവലോകന അധികാരം, ഭരണഘടനയുടെ സംരക്ഷകൻ എന്ന ചുമതല വഹിക്കുന്നത് ആരാണ്? നമ്മുടെ സുപ്രീം കോടതിയാണ്. അതുകൊണ്ട് തന്നെ നീതിന്യായ പുനരവലോകനം നടത്താനുള്ള അധികാരം സുപ്രീം കോടതിക്ക് ഉണ്ട്. ഇനി നീതിന്യായ പുനരവലോകനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല. ഇപ്പൊ പാർലമെന്റ് നമുക്കറിയാം നിയമങ്ങൾ പാസ്സാക്കും. ഈ പാസ്സാക്കുന്ന നിയമങ്ങൾ ഭരണഘടനയോട് ചേർന്ന് പോകുന്നതായിരിക്കണം. അപ്പം അതാണോ ഇല്ലയോ? ഇനി ഭരണഘടനയോട് ചേർന്ന് പോകാത്തതാണെങ്കിൽ അത് റദ്ദ് ചെയ്യാനും ആർക്ക് പറ്റും? സുപ്രീം കോടതിക്ക് പറ്റും. ഇനി നമ്മൾ ലിസ്റ്റുകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. പ്രധാനമായിട്ടും 3 തരത്തിലുള്ള ലിസ്റ്റുകളാണുള്ളത്. യൂണിയൻ ലിസ്റ്റ്, സംസ്ഥാന ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്. ഈ 3 ലിസ്റ്റുകളിലും ഉൾക്കൊള്ളാത്ത വിഷയങ്ങളാണ് ഇവിടെ വരുന്നത് അവശിഷ്ട അധികാരങ്ങൾ എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. യൂണിയൻ ലിസ്റ്റ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിനായിരിക്കും നിയമം നിർമ്മിക്കാനുള്ള അധികാരം. യൂണിയൻ ഇപ്പൊ ഉള്ള നമ്പർ കുറച്ച് കൺഫ്യൂസിങ് ആയതുകൊണ്ട് തന്നെ ഇപ്പൊ ഉള്ള നമ്പർ ടെക്സ്റ്റ് ബുക്കിലും കൊടുത്തില്ല, ഞാൻ ഇപ്പൊ പറയുന്നില്ല. ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് എത്ര വിഷയങ്ങൾ ഉണ്ടായിരുന്നു എന്ന് മാത്രമാണ് പറയുന്നത് ഓരോ ലിസ്റ്റിലും. യൂണിയൻ ലിസ്റ്റിൽ ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് 97 വിഷയങ്ങളാണ് ഉണ്ടായിരുന്നത്. പ്രധാനമായിട്ടും വിദേശകാര്യം, പ്രതിരോധം, റെയിൽവേ, ബാങ്കിങ്, പൗരത്വം ഒക്കെ എവിടെയാണ്? യൂണിയൻ ലിസ്റ്റിലാണ് വരുന്നത്. നമ്മൾ ഓൾറെഡി ലിസ്റ്റുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 5 മിനിറ്റിന്റെ ഒരു ക്ലാസ് ചെയ്തിട്ട് 5-10 മിനിറ്റ് എങ്ങനെയേ ഉള്ളൂ, വേണമെങ്കിൽ അതൊന്ന് കണ്ടു നോക്കിക്കോ. കാരണം അവിടെ കുറച്ചും കൂടെ ഞാൻ കണക്ഷനും കോഡൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ അവിടെ കാർഡിൽ കൊടുക്കാം. ഇനി സ്റ്റേറ്റ് ലിസ്റ്റ് അല്ലെങ്കിൽ സംസ്ഥാന ലിസ്റ്റ് എന്താണ്? ഇവിടെ ഉറപ്പായിട്ട് പേര് തന്നെയുണ്ട്. സ്റ്റേറ്റ് ഗവൺമെന്റിനെ നിയമം നിർമ്മിക്കാൻ പറ്റും ഈ വിഷയങ്ങളിൽ. ഏതാണ്ട് 66 വിഷയങ്ങളാണ് ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് ഇതിലുണ്ടായിരുന്നത്. കൃഷി, ജയിൽ, പോലീസ്, തദ്ദേശ സ്വയംഭരണം ഒക്കെ എവിടെയാണ്? സ്റ്റേറ്റ് ലിസ്റ്റിലാണ്. ദെൻ സമവർത്തി ലിസ്റ്റ് അല്ലെങ്കിൽ കൺകറന്റ് ലിസ്റ്റ്
ഇതിൽ 47 വിഷയങ്ങളാണുള്ളത്. ഈ വിഷയങ്ങളിൽ കേന്ദ്ര ഗവൺമെന്റിനും അതുപോലെ തന്നെ യൂണിയൻ ഗവൺമെന്റിനും നിയമം നിർമ്മിക്കാൻ പറ്റും. വിദ്യാഭ്യാസം, വനം, ട്രേഡ് യൂണിയനുകൾ, വിവാഹം, ജനനമരണ രജിസ്ട്രേഷൻ ഒക്കെ എവിടെയാണ്? സമവർത്തി ലിസ്റ്റിലാണ്. അപ്പൊ എപ്പോഴും ഇങ്ങനെ ഒരു രണ്ടാള് വേണ്ടത് എന്നുള്ളത് ആലോചിക്കും. ഇപ്പൊ വിവാഹം, അതുപോലെ തന്നെ വിവാഹമോചനം ഒക്കെ 2 പേര് വേണം. ഇതൊക്കെ എവിടെയാണ്? നമ്മുടെ കൺകറന്റ് ലിസ്റ്റിലാണുള്ളതെന്ന് നോക്കാം. ഇനി അവശിഷ്ട അധികാരങ്ങൾ എന്ന് വെച്ചാൽ ഈ 3 ലിസ്റ്റിലും പെടാത്ത പുതിയ വിഷയങ്ങൾ ഉണ്ടാവല്ലോ. ഈ വിഷയങ്ങൾ എവിടെയാണ്? റെസിഡ്യൂറി പവേഴ്സ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അവശേഷിക്കുന്നല്ല, അവശിഷ്ട അധികാരങ്ങൾ എന്നാണ് കേട്ടോ. അപ്പം ഈ റെസിഡ്യൂറി പവേഴ്സ്, അവശിഷ്ട അധികാരങ്ങൾ ആർക്കാണ്? അല്ലെങ്കിൽ ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങൾ നിയമനിർമ്മാണം നടത്തുന്നത് കേന്ദ്ര ഗവൺമെന്റ് ആണ് കേട്ടോ. അപ്പൊ ബാക്കി വരുന്നതിലൊക്കെ നിയമനിർമ്മാണം കേന്ദ്ര ഗവൺമെന്റിനാണ്. അവശിഷ്ട അധികാരങ്ങൾക്ക് ഉദാഹരണമാണ് സൈബർ നിയമങ്ങൾ എന്ന് പറയുന്നത്. ഏതാണ്? സൈബർ നിയമങ്ങൾ കേട്ടോ. അപ്പൊ ഇത്രയാണ് നമുക്കിവിടെ പറയാനുള്ളത്. അപ്പൊ നന്നായിട്ട് പഠിക്കുക. ഓൾ ദ ബെസ്റ്റ് ഫോർ ദ എക്സാം. അപ്പോൾ നിങ്ങൾ ബാക്കി ഇനി എക്സാം എഴുതാനുള്ള ആൾക്കാരൊക്കെ എന്ത് ചെയ്യുക? ആ 2 പാർട്ടും ഒന്ന് കണ്ടു